നിങ്ങളിപ്പോൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്താണെന്നറിയോ? സോറി, നിങ്ങളിപ്പോൾ വലിയ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ എടപ്പാളിലെ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ്, അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൈഡിൽ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഭാഗം അങ്ങ് തകർന്ന് കുറച്ച് ആളുകൾ താഴോട്ട് വീണു. ഒരാൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. കുറച്ച് ആളുകൾക്ക് പരിക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു വൈരാഗ്യത്തിൽ അല്ലെങ്കിൽ അങ്ങ് സംഭവിച്ച സമയത്ത് ദേഷ്യം പിടിച്ചുകൊണ്ട് കാണികളായിട്ടുള്ള ആളുകൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയും ഫുട്ബോൾ കളി അങ്ങ് ഉപരോധിക്കുകയും ചെയ്തു, നിർത്തി. ആ ഒരു സമയത്ത് കൃത്യമായ രീതിയിൽ ഇടപെടലുകൾ നടത്തി കമ്മിറ്റിക്കാർക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയത്തെ ബാരിക്കേഡ് തകർത്ത് അകത്തേക്ക് കയറി വരുന്നത് വീഡിയോ എടുത്തുകൊണ്ട് ആളുകളെ വെല്ലുവിളിച്ചതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ പിടിച്ചാൽ കിട്ടിയില്ല. ജനങ്ങൾ അങ്ങ് ഇറങ്ങി ആകെ പ്രശ്നമായി. കമ്മിറ്റിക്കാർ പരമാവധി ശ്രമിച്ചു എങ്ങനെയെങ്കിലും ആ പ്രശ്നം പരിഹരിച്ച് കളി ഇന്ന് തന്നെ നടത്തണം എന്നുള്ളത്. പക്ഷെ നടന്നില്ല. പോലീസുകാർ വരികയും പോലീസുകാർ ആദ്യം തന്നെ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനല്ല ശ്രമിച്ചത്, ഗ്രൗണ്ടിൽ ഇറങ്ങിയ ആളുകളെ അടിച്ചോടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതുകൂടി ആയപ്പോൾ അത്ര അധികം കാണികളുണ്ടല്ലോ, അത്ര അധികം ആളുകളുണ്ടല്ലോ, അവരൊന്ന് രോക്ഷാകുലരായി ഗ്രൗണ്ടിൽ ഇറങ്ങി അങ്ങ് നിന്നു. അപ്പോൾ അവരൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ചില കമ്മിറ്റിക്കാർ നിന്നു, അവരങ്ങോട്ട് വീഡിയോ എടുത്തുകൊണ്ട് കുറച്ച് ആളുകൾ നിന്നു. ആ ഒരു സമയത്ത് ഒരു കമ്മിറ്റിക്കാരൻ പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ ഇപ്പോൾ സൈഡിൽ കേൾക്കും, ഒന്ന് കേൾപ്പിച്ചു തരാം. നിങ്ങൾ കേട്ടില്ലേ? ആള് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയൂ എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയും? ഒരിക്കലും അതിന് സാധ്യമാവുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ സൈഡിൽ 2-3 ഫോട്ടോ കാണുന്നുണ്ടാവും. അതായത് അത്രയും ജനങ്ങളെ വഹിച്ച് ഇരിക്കേണ്ട ആ ഒരു ഇരിപ്പിടങ്ങളിൽ അല്ലെങ്കിൽ ആ കഴുങ്ങ് കൊണ്ട് താൽക്കാലികമായി ഉണ്ടാക്കിയ ആ ഒരു സംഭവത്തിൻ്റെ ഫ്രെയിമിൻ്റെ അവസ്ഥ കണ്ട വളഞ്ഞു പോയിരിക്കുന്നു. അതായത് ഒരു 1000 ടൺ ആളുകളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള കമ്പികളൊക്കെ വേണ്ടി വരും അവിടെ വെക്കാൻ. പക്ഷേ ഇതൊക്കെ സാധാ സ്ക്വയർ പൈപ്പ് വെച്ച് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സുരക്ഷാ വീഴ്ച നടന്നിട്ടുണ്ട്. ഇത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകടം പറ്റിയ ആളുകളെ കമ്മിറ്റിക്കാർ തന്നെ സംരക്ഷിച്ചു കൊള്ളാം, ആശുപത്രി ചെലവെടുത്തു കൊള്ളാം എന്നാണ് പറയുന്നത്. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആ പ്രശ്നത്തെ പരിഹരിക്കാം എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നല്ലപോലെ ആക്കുന്നത്? അടിത്തറ നന്നായാൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അടിപൊളിയായി നിൽക്കുള്ളൂ. എന്തായാലും എടപ്പാളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാവാം ഈ ഒരു രീതിയിൽ പ്രശ്നം ഉണ്ടാവുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് എവിടെ ഫുട്ബോൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പം കയ്യാങ്കളിയായിട്ട് മാറിയിട്ടുണ്ട്. ഹയ്യം വിജയന് പത്മ അവാർഡ് കിട്ടിയ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ടത് ഫുട്ബോൾ കളിക്കാനാണ്, നിങ്ങൾ ഗുസ്തി പിടിക്കാനാണെന്നെങ്കിൽ അത് ഗുസ്തി കോർട്ടിലേക്ക് പോകൂ, ഇവിടെയല്ല വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് കയ്യാങ്കളികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് കാണികൾക്ക് ഉണ്ടായ ഒരു അപകടമാണ്. ആ അപകടത്തെ സൗമ്യമായ രീതിയിൽ പരിഹരിക്കേണ്ടിയിരുന്ന കമ്മിറ്റിക്കാരുടെ കയ്യിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടാവണം, ഇങ്ങനത്തെ വിഷയങ്ങൾ അത് ചെയ്യണം. എന്തായാലും കളി അടുത്ത ദിവസത്തേക്ക് മാറ്റി. പരമാവധി അന്ന് തന്നെ കളി നടത്തണം എന്നൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നിന്നത്. പക്ഷേ ജനങ്ങൾ അത്ര രോക്ഷാകുലരായതുകൊണ്ട് തന്നെ അത് അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഇനി കളി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്നു. പക്ഷേ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്ന അറിയില്ല. ഇന്ന് ടിക്കറ്റ് എടുത്ത് വന്ന ആളുകൾ 50-60 രൂപയ്ക്കാണ് ടിക്കറ്റിൻ്റെ വില അല്ലേ, 60 രൂപയുടെ ടിക്കറ്റ് അല്ലേ. ആ ഒരു ടിക്കറ്റ് ഇനി നാളെ കൊണ്ടുവന്നാൽ കളി കാണാൻ കഴിയുമോ? അതൊന്നും ചർച്ചയായിട്ടില്ല. ബഹളമാണ്. പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ ബഹളം വെച്ച് പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ദിവസം ആ ഒരു ടിക്കറ്റ് കൊണ്ടുവന്നാൽ കളി കാണാൻ കഴിയുമോ എന്ന കാര്യം അറിയില്ല. ഇനി അങ്ങനെയാണെങ്കിൽ പോലും പല ആളുകളും ടിക്കറ്റൊക്കെ ചിലപ്പോൾ അകത്ത് കയറുന്ന സമയത്ത് തന്നെ കളഞ്ഞിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് കമ്മിറ്റിക്കാർക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ആ ഒരു സംഭവത്തിന് നല്ല ബലം വേണ്ടേ? ഇത്ര ആളുകൾ ഇരിക്കുന്ന ഒരു സംഭവം പൊട്ടിച്ചാടി പോവുക. ജസ്റ്റ് വെറും കഴുങ്ങിൻ്റെ പാളികൾ ഇട്ടുകൊണ്ടുണ്ടാക്കുന്നു, കമ്പി വെച്ചുകൊണ്ട് ജസ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് വെക്കുന്ന ഒരു സാധനമാണ്. വളഞ്ഞ് അങ്ങ് പൊട്ടിപ്പോയെങ്കിൽ അവസ്ഥ വലിയതാണേ. അത് എല്ലാം കൂടെ പൊട്ടി വീണ എന്താ അവസ്ഥ? ഒരു സൈഡ് മാത്രം പൊട്ടിക്കൊണ്ട് കുറച്ച് ആളുകൾക്ക് പരിക്ക് പറ്റി, അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാവില്ലേ? ഇതൊക്കെ നല്ല വൃത്തിയിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ലേ? ഫുട്ബോൾ കളി എന്ന് പറഞ്ഞാൽ മലപ്പുറംകാരുടെ നെഞ്ചിൻ്റെ ഉള്ളിലാണ്. ഹൃദയമിടിപ്പിൽ മുഴുവൻ ഫുട്ബോളാണ്. കാൽപന്ത് കളി എന്നാണ് അത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ആളുകൾ കൂടും, പ്രത്യേകിച്ച് എടപ്പാളുകാർ കൂടുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയൊക്കെ നടക്കുമ്പോൾ വലിയ വൃത്തിയിലും വെടുപ്പിലൊക്കെ നടക്കണ്ടേ? അപ്പോൾ ഞാൻ കൂടുതലായിട്ടും പറഞ്ഞില്ല, നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ മുഴുവൻ കണ്ടു നോക്കൂ.
വീഡിയോ എടുത്തത് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തതാണ്. ആർക്കെങ്കിലും നല്ല പരിപ്പ് വരിയിട്ടുണ്ടെങ്കിൽ കമ്മിറ്റി അതിന്റെ പൂർണ്ണമായ ഒരു ലോകം വരുന്നതാണ്. കളി തുടരണമെങ്കിൽ താഴേക്കാണെങ്കിൽ കളിയുണ്ടാകും. Paiso! Ya, mereka mau ya,